വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചത്. ടോൾ മുതൽ ബാങ്ക് അക്കൗണ്ട് വരെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ആദായ നികുതി, പാൻ ആധാർ അപേക്ഷ, ക്രെഡിറ്റ് കാർഡ്, ഫാസ്ടാഗ്, ATM, ബാങ്ക് ഇടപാടുകൾ, സ്വർണ്ണ പണയം തുടങ്ങിയവയെല്ലാം ഈ മാറ്റങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 ഇതോടുകൂടി പഴങ്കഥയാകും. പുതിയ ആദായ നികുതി നിയമവും പ്രാബല്യത്തിൽ വരികയാണ്. ITR ഫയലിംഗിനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ ആയിരിക്കും. പാൻ കാർഡ് എടുക്കുന്നതിനുള്ള രീതിയിലും ATM സർവീസ് ചാർജുകളിലുമൊക്കെ മാറ്റങ്ങളും ഉണ്ടാകും. എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്ന് നോക്കാം. ഇനി നികുതി വർഷം മാത്രമാണ്. ഫിനാൻഷ്യൽ അസസ്മെന്റ് പ്രീവിയസ് ഇയറുകൾക്ക് പകരം ടാക്സ് ഇയർ ആയിരിക്കും. സ്രോതസ്സിലെ നികുതി സംബന്ധിച്ച് തൊഴിൽദാതാവ് നൽകുന്ന ഫോം 16 പകരം ഇനി ഫോം 130 ആയിരിക്കും. ഫോം 16A എന്നത് ഫോം 131 മാറും. പൂർണ്ണമായും ആദായ നികുതി ഒഴിവിനുള്ള വാർഷിക വരുമാന പരിധി പുതിയ സാമ്പത്തിക വർഷം മുതൽ 7 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയാകും. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ സ്രോതസ്സിൽ ശേഖരിക്കുന്ന നികുതി 5% നിന്നും 2% കുറയുകയും ചെയ്യും. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇന്നു മുതൽ കൂടും. 346 രൂപ എന്നത് 23 രൂപ കൂടി 369 രൂപയാകും. ഭൂനികുതിയിൽ 50% വർധനയുണ്ടാകും. 23 കോടതി ഫീസുകളും കൂടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 3% കൂടും. ദിവസവേതനം, കരാർ ജീവനക്കാരുടെ ശമ്പളം എന്നിവ 5% ഉയരുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതിയ പെൻഷൻ സ്കീമും തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള ജീവനക്കാർ UPSലേക്ക് മാറാൻ ജൂൺ 30 മുമ്പ് ഓപ്ഷനും നൽകേണ്ടതുണ്ട്. പാൻ കാർഡിനുള്ള അപേക്ഷകൾക്ക് ജനന തീയതി തെളിയിക്കാൻ കൂടുതൽ രേഖകൾ ഇനി നൽകേണ്ടി വരും. ആധാർ മാത്രം നൽകിയാൽ മതിയാകില്ല. പാൻ കാർഡിൽ പേര് രേഖപ്പെടുത്തില്ല. അതുകൊണ്ട് ആധാറിലെയും പാനിലെയും പേരുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. ആധാറും പാൻ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരി നിക്ഷേപത്തിന് ലാഭവിഹിതവും കിട്ടില്ല. ഫാസ്ടാഗ് വാർഷിക പാസിന്റെ ഫീസ് 3000 രൂപയിൽ നിന്ന് 3075 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3 മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഇന്നു മുതൽ UPI അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യും. SBI ക്രെഡിറ്റ് കാർഡിൽ പോയിന്റ് റിഡീം ചെയ്യുന്നതിനുള്ള ചുരുങ്ങിയ പരിധി 4000 പോയിന്റാക്കി മാറ്റിയിട്ടുണ്ട്. റുപേ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവള, റെയിൽവേ ലോഞ്ചുകളിലെ സൗജന്യ പ്രവേശനം ഇനി മുതൽ ഉണ്ടാകില്ല. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും ഒതന്റിഫിക്കേഷൻ 2 ഘട്ടമായിരിക്കും. ഇടപാടിൽ ഉൾപ്പെടുന്ന ഡിവൈസ് കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുന്ന തരത്തിലാകും ഒരു ഘട്ടം. UPI ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് മാസം തോറുമുള്ള സൗജന്യ ATM ഇടപാടുകളുടെ ഭാഗമാക്കുകയാണ് HDFC ബാങ്ക്. ഇപ്പോൾ UPI വഴി ATMൽ നിന്നും പണം പിൻവലിക്കുന്നത് ATM ഇടപാടായി പരിഗണിക്കും. ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുമ്പോഴുള്ള റീഫണ്ടിന് പുതിയ സമയക്രമം നിലവിൽ വന്നിട്ടുണ്ട്. 72 മണിക്കൂർ മുമ്പ് റദ്ദാക്കിയാൽ ബുക്ക് ചെയ്ത മുഴുവൻ തുകയും ലഭിക്കും. ഇല്ലെങ്കിൽ 72 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിലായാൽ 25% തുക തിരിച്ചു കിട്ടില്ല. 24 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ പകുതി തുക മാത്രമാകും കിട്ടുക. 8 മണിക്കൂറിന് താഴെയാണെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. ഒരു ജില്ലയിൽ 24 മണിക്കൂറെങ്കിലും മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന മാറ്റം. 15 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയും കൂടുന്നുണ്ട്. കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതികളിൽ മാറ്റവും വരും. സ്വർണ്ണ പണയത്തിൽ RBIയും പരിഷ്കരിച്ച ചട്ടം നടപ്പാക്കും. 2.5 ലക്ഷം വരെ പണയം വെച്ച സ്വർണത്തിന്റെ 85% വരെ വായ്പ ലഭിക്കും. 2.5 മുതൽ 5 ലക്ഷം വരെ 80%വും 5 ലക്ഷത്തിന് മുകളിൽ 75%വുമായിരിക്കും. ഇതൊക്കെയാണ് വരുന്ന സുപ്രധാന മാറ്റങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.